ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അൽഹംദുലില്ല നമ്മളിവിടെ റാഹത്തായിരിക്കുന്നു. ഇന്ന് ജസ്റ്റ് ഒന്ന് നൈറ്റ് ഒന്ന് പുറത്തു പോയിനേനു. ഇന്നലെ ജസ്റ്റ് നൈറ്റ് ഒന്ന് പുറത്തു പോയാലോ ഒന്ന് വീഡിയോ എടുത്തതാട്ടാ. ഈ ഒരു വീഡിയോ ഷൂട്ടാക്കുന്നത് തലേന്ന ദിവസം ആഫ്റ്റർനൂൺ അങ്ങനെയല്ലോ കേട്ടോ. അങ്ങനെ ഇതാ കിച്ചണിലോട്ടേക്ക് വന്ന് ഇനി സാലഡ്സ് മാത്രമേനു ഉണ്ടാക്കണ്ടു എനിക്ക് ലഞ്ചിനേക്ക്. കാരണം ഇന്നലെ ഉണ്ടാക്കിയ ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ സാലഡും കഴിക്കാനാണ് വിചാരിച്ചത്. അങ്ങനെ ഇതാ ഞാൻ കുറച്ചധികം സാലഡ്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നാളത്തേക്കും കൂടി വെക്കാമല്ലോ, ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ ഞാൻ ഇന്നത്തേക്കോ നാളത്തേക്കോ സാലഡ് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ഇതാ എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യട്ടോ. ഞാനുണ്ടല്ലോ, ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിന് ഞാൻ ഇങ്ങനത്തെ പണിയെല്ലാം എടുത്തു വെക്കാം. ഇന്നെന്തായാലും ലഞ്ചിന് ഒന്നും വേണ്ട കേട്ടോ. സാലഡ്സ് മാത്രമേ എനിക്ക് കിച്ചണിൽ വന്നിട്ട് ഉണ്ടാക്കണ്ടേനു. അപ്പോൾ പിന്നെ ഞാൻ എന്തുവാണ് എടുത്ത് ഇങ്ങനെ സാലഡെല്ലാം കട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം കട്ട് ചെയ്ത് വെക്കും. അങ്ങനെയല്ലോ കേട്ടോ. പിന്നെ ഇതാ സാലഡ്സ് എല്ലാം തൊട്ടേക്ക് ഞാൻ ഇന്ന് കഴിക്കേണ്ട സാലഡ്സ് എല്ലാം ഇട്ട് കൊടുത്തേ. നാളത്തേക്കുള്ളത് ഞാൻ ഒരു നല്ല ടൈറ്റായിട്ട് മൂടാൻ പറ്റുന്ന ഒരു മൂടി ഉപയോഗിച്ചിട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ നാളെ എടുത്തിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ ഇതുപോലെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചൊരു പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മക്കളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒന്നും ഇങ്ങാവില്ലല്ലോ. അപ്പോൾ മക്കളെല്ലാം ഉള്ളവർക്ക് ഇത് നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഡിന്നറിനേക്കുള്ള ബീഫിൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടി കേട്ടോ. ഫ്രോസൺ ബീഫാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത്ര ടൈമൊന്നും വേണ്ട ബീഫിനെ ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ഇതാ അതെല്ലാം നല്ലോണം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ബീഫ് കട്ട് ചെയ്ത് എല്ലാം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കണം കേട്ടോ. ഇനി ഇതാ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും അതും പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഡിന്നറിനേക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ലോ കേട്ടോ. ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്, നല്ല ടേസ്റ്റാട്ടോ. ഇത് എൻ്റെ ഒരു റെസിപ്പി ആട്ടോ. ഓരോരുത്തർ ഓരോരു രീതിക്കായിരിക്കില്ല ബീഫ് റോസ്റ്റും ഫ്രൈ എല്ലാം തയ്യാറാക്കുക. അതുപോലെ എനിക്കുണ്ടൊരു റെസിപ്പി അങ്ങനെയല്ലോ കേട്ടോ. ഇങ്ങനെ ഇതാ ബീഫെല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കുന്ന പരിപാടിയില്ല. ഞാൻ പിന്നെയും പറയുന്നത്, എൻ്റെ വീഡിയോസ് കാണുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും പിന്നെ ഷെയർ ആക്കണേ.